കാറ്റഗറിയായി നടക്കുന്ന പ്രസന്റേഷൻ സെഷന്റെ രണ്ടാമത്തെ കാറ്റഗറിയാണിത്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എത്തിക്കൽ ഫൈനാൻസ്. മൊത്തം 4 പ്രസന്റേഷനുകളായിരുന്നു ഈ ഒരു കാറ്റഗറിക്ക് താഴെ നടക്കേണ്ടിയിരുന്നത്. അതിൽ ഒരാൾ ആബ്സെന്റ് ആണ്. പ്രസന്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി 15 മിനിറ്റ് ആയിരിക്കും ഉണ്ടാകുക. നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തിട്ടുള്ളത് വെൽത്തിന്റെ, നമ്മുടെ കയ്യിലുള്ള വെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതും ആ വെൽത്ത് എങ്ങനെ പ്രോപ്പറായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ജസ്റ്റിസ്, ഫെയർനെസ്സും ഒക്കെ വരുത്തിക്കൊണ്ട് തന്നെ എങ്ങനെ അത് പ്രോപ്പർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തത്. ഈ സെഷനിൽ നമ്മൾ ആ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും ആ വെൽത്ത് എങ്ങനെ എത്തിക്കലി ഗ്രോ ചെയ്യാമെന്നുള്ളതുമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ടൈറ്റിൽ നമുക്ക് 2 കീവേഡ്സ് ആണ് കാണാൻ പറ്റുക: ഇൻവെസ്റ്റ്മെന്റ്, എത്തിക്കൽ ഫൈനാൻസ്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കീവേഡിന്റെ താഴെയാണ് ഇവിടെയുള്ള ആദ്യത്തെ 2 പ്രസന്റേഷനുകൾ വരുന്നത്. മൂന്നാമത്തെ പ്രസന്റേഷൻ വരുന്നത് എത്തിക്കൽ ഫൈനാൻസ് എന്നുള്ള ടൈറ്റിലിന് കീഴുമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്ത് മനുഷ്യരൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത്തരം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആളുകൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു, അവർ സേവ് ചെയ്യുന്നു, അവരത് ഇൻവെസ്റ്റ് ചെയ്യാനും അവരവരുടെ സമ്പത്തിനെ വളർത്താനും ആഗ്രഹിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് നിലവിലുണ്ട്. ഒരു ഫിക്സ്ഡ് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾ ബാങ്കുകളിൽ FD ഇടുന്നു. അതേപോലെ തന്നെ ഡെറ്റ് മാർക്കറ്റുകളിലെ പല ഇൻസ്ട്രുമെന്റുകളുമായിട്ടുള്ള ബോണ്ട് പോലത്തതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി നല്ല ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കുറച്ചുകൂടി സ്റ്റേബിളായ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർ ഡിജിറ്റൽ ഗോൾഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പലതരം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇവിടെ തുടക്കത്തിൽ ചർച്ച ചെയ്യുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ട ചില ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും അതെങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും, നമുക്കത് നമ്മുടെ ഇസ്ലാമിക നിയമങ്ങളുമായി അതിൻ്റെ റുക്കുനുകളൊക്കെ ഏത് നിലക്കാണ് താദാത്മ്യപ്പെടുന്നത് എന്നും ഏത് നിലക്കൊക്കെ നമുക്കതുമായിട്ട് ഇടപെടാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഒരു ചർച്ച. മറ്റൊരു ചർച്ച എത്തിക്കൽ ഫൈനാൻസ് എന്ന ഭാഗത്ത് വരുന്ന ചർച്ച. ഇന്ന് നമ്മുടെ നിലവിൽ ഒരു ഫൈനാൻസിങ് രീതിയായിട്ടുള്ളത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺ എന്നുള്ളതാണ്. പരക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതി എന്നുള്ളത് പലിശ ബേസ് ചെയ്ത് കടം വാങ്ങുക എന്നുള്ളതാണ്. ഒരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ബാങ്കിനെ സമീപിക്കുന്നു, പലിശക്ക് കടമെടുക്കുന്നു, തിരിച്ച് പലിശ അടക്കം അവർ തിരിച്ചടക്കുന്നു. എന്നാൽ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ലഭിക്കാത്ത ആളുകൾക്ക് അത് ഒരു വലിയ സാമ്പത്തിക ഭാരമായി മാറുകയും അവർ സാമ്പത്തികമായി തകരുകയും ചെയ്യുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ കൺസേൺ എന്നുള്ളത്, ഇസ് ദർ എനി ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ഇൻ ഇസ്ലാമിക് ഫൈനാൻസ്? ഉണ്ടെങ്കിൽ അതെന്താണ്? അത് നമുക്കിവിടെ പ്രാക്ടിക്കൽ ആണ്. അതുവഴി കുറച്ചുകൂടി നമുക്ക് ഒരു സോഷ്യൽ ഇൻക്ലൂഷനൊക്കെ, നമ്മുടെ എല്ലാവരെയും നമുക്ക് ഇത്തരം ഓൺട്രപ്രണർഷിപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ തുടങ്ങിയ ചർച്ചകളൊക്കെയാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ ആദ്യത്തെ പ്രസന്റേഷൻ നടത്തുന്നത് മാലിക് ദിനാർ ക്യാമ്പസിലെ മുഹമ്മദ് ഫർസഖ്. വിഷയം എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ, എ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ടാറ്റ എത്തിക്കൽ ഫണ്ട് ആൻഡ് നിപ്പോൺ ഇന്ത്യ ETF ശരിയ BES ആൻഡ് ദി ഫ്യൂച്ചർ ഓഫ് ശരിയ കംപ്ലൈന്റ് ഫൈനാൻസ്. രണ്ടാമത്തെ പ്രസന്റേഷൻ മുഹമ്മദ് ഉനൈ CK, മാലിക് ദിനാർ ക്യാമ്പസ്, കാസർഗോഡ്. ടോപ്പിക്: ദ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഗോൾഡ്, എ ജൂറിസ്റ്റിക് അനാലിസിസ് ഓഫ് കണ്ടംപററി ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദി ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ആൻഡ് ദി ഫൈനൽ പ്രസന്റേഷൻ മുഹമ്മദ് സാബിത് KM. Topic: micro finance and profit sharing partnership, the hybrid method for financial inclusion and ethical growth in rural India. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Presenter Muhammad Farzakh within the topic ethical investing in India, a comparative analysis of Tata Ethical Fund and Nippon India Ethical Fund, Sharia base and the future of Sharia compliant finance. Welcome to the podium.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ, എ കമ്പാരിറ്റീവ് അനലൈസിസ് ഓഫ് ടാറ്റ എത്തിക്കൽ ഫണ്ട് ആൻഡ് നിപ്പോൺ ഇന്ത്യ ETF, ഷെരിയ BES ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഷെരിയ കോംപ്ലൈൻറ്റ് ഫൈനാൻസ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ചാണ്. എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായി സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് എക്സ്ചേഞ്ച് വെർ ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ ഓണർഷിപ്പ് ഷെയർസ് സ്റ്റോക്സ് ഓഫ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ലിസ്റ്റഡ് ആയ കമ്പനികളുടെ ഷെയറുകൾ, ലിസ്റ്റഡ് ആയ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്ലേസിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം അല്ലെങ്കിൽ ബിസിനസ് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ മറ്റോ നമ്മളെ കയ്യിലുള്ള പണം സമ്പത്തിനെ മറ്റൊരു ഫൈനാൻഷ്യൽ കമ്പനിയെ ഏൽപ്പിക്കുന്നു. ആ കമ്പനി ഇത് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കി നമുക്ക് തിരിച്ചു തരുന്നു. ഇതാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട് വിച്ച് പൂൾസ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ടു പർച്ചേസ് സെക്യൂരിറ്റീസ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മളെപ്പോലെ ഒരുപാട് പേർ ഇത്തരം ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാതെ വരികയോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ഫിനാൻഷ്യൽ കമ്പനീസിനെ ഏൽപ്പിക്കും. ഈ ഫിനാൻഷ്യൽ കമ്പനീസിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ എല്ലാവരുടെ പൈസയും സ്വരൂപിക്കുകയും എല്ലാവരുടെ സമ്പത്ത് സ്വരൂപിക്കുകയും അതൊരു വലിയ എമൗണ്ട് ആവുകയും വ്യത്യസ്ത തരമായ സ്കീമുകളിൽ ഓരോ എത്തിക്കൽ ഫണ്ട് ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ കീഴിലും വ്യത്യസ്ത തരമായ സ്കീംസുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ മൊത്തം കിട്ടുന്ന പണത്തെ വ്യത്യസ്ത തരമായ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സ്കീമിൽ നിന്ന് നമ്മൾ താഴോട്ടേക്കാണ് പോകുന്നതെങ്കിൽ മറ്റ് സ്കീമുകളിൽ ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് ഇങ്ങോട്ട് റിട്ടേൺസ് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് വരുന്ന റിട്ടേൺസ് കുറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറയുമ്പോൾ ഒന്നിൽ നമുക്ക് സമ്പത്ത് കുറഞ്ഞു കിട്ടുമ്പോൾ മറ്റേ സ്കീം പ്രകാരം നമുക്ക് കൂടുതലാണ് കിട്ടുക. നമ്മൾ ഏൽപ്പിക്കുന്ന ഫണ്ട് മാനേജർ വ്യത്യസ്ത തരമായ സ്കീമുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇസ്ലാമിക് വെർഷനാണ് നമുക്ക് എന്ത് പറയുക എത്തിക്കൽ ഫണ്ടിങ് എന്ന് പറയാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്ത തരമായ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ഹറാമായ ഇൻവെസ്റ്റിങ്ങൾ ഉണ്ടാവും. ആൽക്കഹോൾ പോലെ, അതുപോലെ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം കൃത്യമായി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്രോച്ച് ദാറ്റ് പ്രയോറിറ്റീസ് പേഴ്സണൽ, മോറൽ, സോഷ്യൽ ഓർ എൻവിറോൺമെന്റൽ വാല്യൂസ് അലോങ് വിത്ത് ഫൈനാൻഷ്യൽ റിട്ടേൺസ്. സാമ്പത്തികപരമായ റിട്ടേൺസ് ഉണ്ടാക്കുന്നതോടൊപ്പം സാമൂഹികപരമായ നമ്മുടെ അതുപോലെ ESG എന്നൊക്കെ പറയും, എൻവിറോൺമെൻറ്റ്, സോഷ്യൽ, ഗവേണൻസ് റെസ്പോൺസിബിലിറ്റിയോട് കൂടെ തന്നെയായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക. എന്ന് പറയുമ്പോൾ എത്തിക്കൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ് മാത്രമല്ല നോക്കുക, സാമൂഹികപരമായി, സോഷ്യൽ പരമായി, ഗവേണൻസ് പരമായ ഒരു ഗുഡ് ഇമ്പാക്റ്റ് കൂടി അവർ ശ്രദ്ധിക്കും. എയിംസ് ടു സപ്പോർട്ട് കമ്പനീസ് doing good and avoid those causes harm using criteria like ESG. ഇനി നമ്മൾ പറയുന്നത് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലെ പോലത്തെ ഇൻവെസ്റ്റിങ്ങിൽ എന്ത് വരാറുണ്ട്, റിബയെക്കുറിച്ചാണ്. റിബ 2 ടൈപ്പാണുള്ളത് ഇസ്ലാമിൽ. റിബൽ ഖർളും ഉണ്ട്, അതുപോലെ റിബ തിജാറയുണ്ട്. റിബൽ ഖർള് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയമല്ല, കടവുമായി ബന്ധപ്പെട്ട് വരുന്ന റിബ പലിശക്കാണ് റിബൽ ഖർള് എന്ന് പറയുന്നത്. അതായത് മുക്രിദിന് കടം കൊടുക്കുന്ന ആൾക്ക് വല്ല മംഫഅത്തോ ഉണ്ടെങ്കിൽ അതിന് റിബൽ ഖർള് എന്ന് പറയും. ഇനി റിബൽ തിജാറ, അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത്. റിബ തിജാറ എന്ന് പറയുമ്പോൾ ജിൻസം ബി ജിൻസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നെസ്സായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർണം കൊണ്ട് വിൽക്കുകയാണെങ്കിൽ, വെള്ളി കൊണ്ട് വിൽക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ജിൻസ് കൊണ്ട് തന്നെ വിൽക്കുകയാണെങ്കിൽ അവിടെ 3 ഷർത്തുകൾ ഇസ്ലാം പറയുന്നുണ്ട്. ഹുലൂല് വേണം, തഖാബുൽ വേണം, മുമാസലത്ത് വേണം. അങ്ങനെ ഇതിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് റിബയാണ്, റിബൽ തിജാറയായിട്ട് പരിഗണിക്കപ്പെടും.
ഇനി ജിൻസം ബി ജിൻസ് കൊണ്ടല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളിക്ക് പകരമാണ് കൈമാറുന്നതെങ്കിൽ അവിടെ മുമാസലത്തല്ലാത്ത ബാക്കി 2 ഷർത്തും എന്ന് പറഞ്ഞാൽ ഹുലൂലും തക്കാബുലും ഷർത്താണ്. അല്ലാതെയാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അത് റിബയായിട്ട് പരിഗണിക്കപ്പെടും. അത് ഇസ്ലാമിൽ ഹറാമാണ്. അതുപോലെ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ മദ്യം, അതുപോലെ ചൂതാട്ടം, പുകയില, ആയുധ നിർമ്മാണം, ചൈൽഡ് ലേബർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും. ഇനി ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച്. ശരിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആദ്യമായി ശരിയ മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്, ഇന്ത്യയിലുള്ള ആദ്യമായിട്ടുള്ള ശരിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്നുള്ളത്. അതിൽ താരതമ്യേന ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിലും ടാറ്റയിലും ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ച പിന്നീട് പറയാം. പിന്നെ ഇത് ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ESG ആണ്, എൻവിറോൺമെൻറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ടെക്നോളജീസ്, അതുപോലെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ഇത്തരം വിഷയങ്ങളിലായിരിക്കും ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റിംഗ് ഉണ്ടാവുക. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് വരുന്നത് 1/3, അതായത് റിബൽ മഫ്സദത്തിൽ അക്സറിൽ മാൽ എന്ന് പറഞ്ഞുകൊണ്ട് പല പണ്ഡിതന്മാരും ഇന്ന് ഇൻട്രസ്റ്റിനെ എന്താക്കുന്നുണ്ട്, ഹലാലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1/3 കൊണ്ട് റിബ ഹറാമാവൂല എന്നതാണ്. ഇപ്പോൾ ഖുർആനിലും ഹദീസിലും നെസ്സായി വന്നതാണ് റിബ കുറവാട്ടെ കൂടുതലാവട്ടെ അത് ഹറാമാണെന്ന്. പക്ഷേ റിബൽ മഫ്സദത്ത് അക്സറുൽ മാൽ കൊണ്ടേ ഉണ്ടാവൂ എന്നത് നമ്മുടെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്ന ഒരു ഐഡിയോളജി ആയിരുന്നു. ഇന്ന് അതും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ടിലടക്കം 33% വരെ 33% എന്ന് പറയുന്നത് അക്സറുൽ മാലാവൂല, 1/3 ആവൂല എന്നതുകൊണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ട് അടക്കം ഇൻട്രസ്റ്റ് സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കച്ചവടങ്ങളിലും അല്ലെങ്കിൽ ബിസിനസ് പരമായി എന്ത് ഫൈനാൻഷ്യൽ പരമായി എന്താണെങ്കിലും ഇൻട്രസ്റ്റ് കൂടാതെ സാധ്യമാവില്ല. 2008 റിബൽ മഫ്സദത്തിൽ അക്സറുൽ മാൽ 1/3 കൂടുതൽ വന്നാലേ ഹറാമാവും എന്ന് പറയുമ്പോൾ 100-ൽ 33 എന്ന് പറയും, 30% എന്ന് പറയുമ്പോൾ അത് ഹറാമല്ല. അതിനാൽ അക്സറുൽ മാൽ ആവുന്നില്ല എന്നൊരു വാദമുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നെസ്സായി വന്നതാണ് റിബ എന്നുള്ളത്. അത് കുറച്ചായാലും കുറവായാലും വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറയുന്നിടത്ത് റിബയെ ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റിബ ഹറാമ് തന്നെയാണ്. ഇനി അഥവാ പലിശ നമ്മുടെ കയ്യിൽ വന്നു പെട്ടാൽ ഇന്ത്യയിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നതുകൊണ്ടാണ് താരതമ്യേന ടാറ്റ എന്നുള്ളത് എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനികൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഇൻട്രസ്റ്റ് കലർന്ന പൈസ വന്നാൽ എന്ത് ചെയ്യണം? മജ്മു അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാം, ഇൻട്രസ്റ്റഡ് ആയ പൈസ വന്നാൽ നമ്മളത് അതിൻ്റെ ഉടമക്ക് തിരിച്ചു കൊടുക്കണമെന്നതാണ്. എത്ര ശതമാനമാണോ, ഇപ്പോൾ ടാറ്റയിലൊക്കെ 33% ആണെങ്കിൽ അതിൽ 33% നമ്മൾ ഉടമക്ക് തിരിച്ചു കൊടുക്കണം. ഇനി അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിന് നമ്മൾ എന്താക്കണം, അതിൻ്റെ പണത്തെ കൊടുക്കണം. ഇതിനെ പ്യൂരിഫൈയിങ് അല്ലെങ്കിൽ എഡ്ജിങ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മസാലിഹുൽ മുഅ്മിനീൻ, പള്ളി ഉണ്ടാക്കുക അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ആ ഇൻട്രസ്റ്റഡ് ആയ പൈസയെ നമ്മൾ തഖല്ലുസ് ചെയ്യണം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമ്മൾ ഇതിൻ്റെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. ശിർക്കത്ത് എന്നത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നിലധികം ആളുകൾ ഒരു കച്ചവടത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിനാണ് ശിർക്കത്ത് എന്ന് പറയുന്നത്. ഫി മാലിൻ ലഹുമ ലിയത്തജറ ഫീഹി എന്ന് ഫതുഹുൽ മൊയിലിൽ ഇതിനെക്കുറിച്ച് ഇബാറത്ത് കാണാം. ഇനി ശിർക്കത്ത് തന്നെ 2 ടൈപ്പാണുള്ളത്. 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ മുഷാറക്കയുണ്ട്, അതുപോലെ മുലാറബയുണ്ട്. മുഷാറക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ റിസ്ക് പണിയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാവരും ഓണേഴ്സ് എല്ലാവരും ഒരേപോലെ ചെയ്യണം. കിട്ടുന്ന പ്രോഫിറ്റും ലോസും ഒക്കെ സമമായിരിക്കും. എന്നാൽ മുലാറബയിൽ ഒരാൾ ക്യാപിറ്റൽ മണി ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റേ പാർട്ട്ണർ പണിയെടുക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ പ്രീ അഗ്രീഡായ റേഷ്യോ പ്രകാരമായിരിക്കും അവർക്കുള്ള പ്രോഫിറ്റ്. ലോസ് ആണെങ്കിൽ ജോലി ചെയ്ത ആൾക്ക് അവരുടെ ജോലിയും ടൈമും എനർജിയാണ് നഷ്ടപ്പെടുന്നത്. പണം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അവരുടെ പണമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ എന്ന് വെച്ചാൽ ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ നമുക്കൊരു മുലാറബ കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് പറയുമ്പോൾ
നമുക്ക് നമ്മളെ പണം ഒരു മ്യൂച്വൽ ഫണ്ടിനെ ഏൽപ്പിക്കുന്നു. ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി അത് വ്യത്യസ്തരമായ സ്കീമിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിന് പരമായി പ്രീ അഗ്രീഡ് പ്രകാരം ടാറ്റയിലൊക്കെ 1.something% നമ്മൾ അവർക്ക് റിട്ടേൺസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജർ ഉണ്ടാവും, മൂപ്പർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അദ്ദേഹത്തിന് നമ്മൾ ഒരു നിശ്ചിത ശതമാനം പണം അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മുദാറബയായിട്ടാണ് കൂടുതൽ ചേരുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് മാനേജർക്ക് നൽകുന്ന അവർക്ക് കൊടുക്കുന്ന പൈസ, അതിനാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് മ്യൂച്വൽ ഫണ്ടിൽ പറയുന്നത്. അതുപോലെ IOFI ആൻഡ് ഇൻ്റർനാഷണൽ IOFI, അതായത് ഇൻ്റർനാഷണലായിട്ട് നമ്മുടെ കമ്പനികൾ എത്തിക്കലാണോ എന്ന് ചെക്ക് ചെയ്യുന്ന IOFI. അതുപോലെ താസീസ് ആണ് എത്തിക്കൽ ഫണ്ടിനെയും നിപ്പോൺ ഇന്ത്യ ETF എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ എന്താക്കുന്നത് ശരിയ കോംപ്ലൈൻറ്റ് പ്രകാരം ആക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞത് പ്രകാരം അക്തറുൽ മാലിൻ്റെ വിഷയത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നദു മാലിൻ കസീറ, എൻ്റെ അടുത്ത് കുറേ പണമുണ്ട്, എനിക്കാണെങ്കിൽ അനന്തരാവകാശിയായിട്ട് ഒരേ പെൺകുട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ മൂന്നിൽ രണ്ട് സംഭാവന ചെയ്യട്ടെ, അല്ല സ്വതക്ക കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ പറയുന്നുണ്ട് വേണ്ടാൻ. പിന്നെ പറയുന്നു എൻ്റെ പകുതി ഞാൻ കൊടുക്കട്ടെ, അപ്പോഴും റസൂൽ പറയുന്നത് വേണ്ടാൻ. പിന്നെ പറയുന്നു 1/3 കൊടുക്കട്ടെ, അപ്പോൾ റസൂൽ പറയുന്നത് അതും 1/3 എന്നുള്ളതും അധികമാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 1/3 നമ്മൾ നേരത്തെ പറഞ്ഞു, ടാറ്റ അടക്കമുള്ള 3 കമ്പനികൾ 3/1 ഇൻട്രസ്റ്റ് പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട്. അങ്ങനെ പണം വന്നാൽ നമ്മൾ തഖല്ലുസ് ചെയ്യണം. പബ്ലിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർ ആരാൻ തിരിച്ചറിയുമെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ വിഷയം കൺക്ലൂഡ് ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, Mr. Fazal. Presenter Muhammad Unais CK, The Dematerialization of Gold, a juristic analysis of contemporary investment instruments in the Indian financial market. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah walhamdulillah wa salatu wa salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാനാദരം നിറഞ്ഞ ഈ സെഷൻ്റെ മോഡറേറ്റർ, അതുപോലെ ഉസ്താദുമാർ, എൻ്റെ കോ പ്രസൻറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതും എന്നാൽ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ വരുന്നതുമായ ഒരു ഏരിയയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ ഇന്നലകളിലെ സെഷനുകളിൽ സെയ്ഫ് അഹമ്മദ് സാറിനോടൊക്കെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പഠനം തന്നെയാണ് എൻ്റേത്. അഥവാ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് കാണാൻ സാധിക്കും. ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്തിക്കൽ വശം എന്താണ്, ഇവിടെ എന്ത് ഇസ്ലാമിക് പ്രിൻസിപ്പളാണ് നമ്മൾ പാലിക്കേണ്ടത്, എന്തൊക്കെ ഉണ്ടെങ്കിലാണ് അത് ഹലാലാവുക തുടങ്ങിയ ഇന്ത്യയിലെ നിലവിലുള്ള സ്കീംസിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഗോൾഡ്, എ ജൂറിസ്റ്റിക് അനാലിസിസ് ഓഫ് കണ്ടംപററി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അഥവാ പ്രധാനമായിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഗോൾഡിനെ കുറിച്ചിട്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ പണ്ട് മുതലേ, അതായത് BC 4000 മുതൽ തന്നെ ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ് ഈ ഒരു ഇത്തരത്തിലുള്ള ഗോൾഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അത് തിജാറത്ത് നടത്തുകയും അതുപോലെ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ചർച്ച എന്നുള്ളത് റെലവൻ്റ് അല്ല. എന്നാൽ ഈ കാലത്ത് പുതിയ മോഡേൺ ഫിസിക്കൽ ട്രേഡിംഗ് ഫിസിക്കൽ ഗോൾഡ് സ്കീംസുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ വിഷയത്തിൽ ചർച്ച ചെയ്യാം. അതുകൊണ്ട് പണ്ട് മുതലേ ഈ ഒരു ഫിസിക്കൽ ട്രേഡിംഗ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ കാലത്ത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഡീമെറ്റീരിയലൈസേഷൻ, അഥവാ നമുക്ക് ഗോൾഡ് ഫിസിക്കലായിട്ട് ലഭിക്കാതെ അത് ഡിജിറ്റലായിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്നതിന് അപ്പുറം ഡീമെറ്റീരിയൽ ആവുന്ന ഈ ഒരു കാലത്ത് അതിൻ്റെ ഒരു ഇസ്ലാമിക് വശം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ഞാനിതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയ ഡിജിറ്റൽ ഗോൾഡ്, അഥവാ നമ്മൾ ഒരുപാട് ഗൂഗിൾ പേ, Paytm തുടങ്ങിയ ആപ്പുകളിൽ വരെ ഇന്ന് ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ETF, സോവറിൻ ഗോൾഡ് ബോണ്ട്, അതുപോലെ ഗോൾഡ് സ്കീം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യും. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊക്കെ ഐനാണോ അല്ലെങ്കിൽ ഒരു കറലാണോ എന്നുള്ളൊരു വിഷയം നമ്മൾ വളരെ വലിയ തോതിൽ ഇതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലേഷ്യ,
മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുപാട് റിസർച്ച് അവിടെയുള്ള ഗോൾഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയിലെ ഗോൾഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം അത്തരത്തിൽ ഇന്ന് മുസ്ലിം ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഗോൾഡ് സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യ വശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി കറൻസിയുമായിട്ടുള്ള ഇടപാടുകളിൽ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സർഫിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രസൻറ്റർ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരുപാട് തരത്തിലുള്ള കറല് വരുന്ന റിബ വരുന്ന ഒരുപാട് രീതികൾ പറഞ്ഞു. റിബ എന്നുള്ളത് 2 രീതിയിലാണ്, കറലിലും തിജാറത്തിലും. അതിൽ തിജാറത്തിൽ വരുന്ന 3 കറലുകൾ, ഒന്നാമത്തത് നമുക്കറിയുന്ന പോലെ തന്നെ റിബൽ ഫളിലും അതുപോലെ റിബൻ നസിയ, റിബൽ യദ് എന്നുള്ളതാണ്. അതിൽ റിബ ഫളിൽ വരുന്നത് മുമാസലത്ത് അഥവാ സ്വർണം കൊണ്ടാണെങ്കിൽ തീർച്ചയായും എന്താണ് 2 തുല്യമാവണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 10 പവൻ പഴയ ഗോൾഡ് നൽകിയിട്ട് പുതിയ ഒരു 10 പവൻ്റെ ഗോൾഡ് 11 പവൻ്റെ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ അവിടെ മുമാസലത്ത് ഉണ്ടാവുന്നില്ല. ഗോൾഡുമായിട്ട് കൊടുക്കുമ്പോൾ മുമാസലത്ത് വേണം. അപ്പോൾ അവിടെയാണ് റിബൽ ഫളില് വരുന്നത്. ഇനി ഇത് എന്നുള്ളത് ഈ ഒരു കാലത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് ബാധിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്, കറൻസി കൊടുത്തിട്ട് ഗോൾഡ് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിബൽ ഫളിൽ ഇവിടെ ബാധകമല്ല. എന്നാൽ ബാക്കി 2 എണ്ണവും അഥവാ റിബൻ നസീഹ അഥവാ സ്വർണ്ണ കച്ചവടത്തിൽ ഹുലൂൽ എന്നുള്ളൊരു ഷർത്തുണ്ട്. കാരണം പ്രവാചകന്റെ ഹദീസ് വളരെ നെസ്സായിട്ട് പറഞ്ഞതാണ്. അദ്ദഹബു ബിദ്ദഹബി വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി എന്ന് തുടങ്ങിയിട്ട് മിസ്ലം ബി മിസിൽ സവാഅം ബി സവാ യദം ബി യദ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ജിൻസ് മാറുകയാണെങ്കിൽ കൈഫ ശിയത്തും ഇതാക്കാൻ യദം ബി യദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ ഹുലൂല് തക്കാബുലു എന്നുള്ള 2 ഷർത്തുകൾ നിർബന്ധമായിട്ടും സ്വർണ്ണ കച്ചവടത്തിൽ വരേണ്ടതുണ്ട്. അപ്പോൾ ഹുലൂൽ എന്ന് പറഞ്ഞാൽ റൊക്കമായിരിക്കണം, നമ്മൾ കൊടുക്കുന്നത് റൊക്കമായിരിക്കണം. അത് ഇപ്പോൾ സ്വർണ്ണം നൽകിയിട്ട് പിന്നീട് പൈസ നൽകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം പൈസ നൽകി പിന്നീട് സ്വർണ്ണം നൽകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ എന്താവുകയില്ല, സ്വർണ്ണ കച്ചവടത്തിൽ ശരിയാവുകയില്ല. അതുപോലെ തന്നെ തക്കാബുല് സ്പോട്ടിൽ എന്ത് ചെയ്യണം, ആ ഒരു സാധനം ആ ഒരു സദസ്സ് പിരിയുന്നതിന് മുമ്പ് നമ്മൾ കൈപ്പറ്റിയിരിക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ തക്കാബുലിൻ്റെ വിഷയമാണ്. അഥവാ കബുൽ എന്നുള്ളത് ബിയദ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കാലത്ത് ഡിജിറ്റൽ ഗോൾഡുകൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചയാണ്. അപ്പോൾ അടുത്തൊരു ഞാൻ ചർച്ച അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച വരുമ്പോൾ ഈ കബുൽ എന്നുള്ളത് കൈകൊണ്ടല്ലേ നടക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് മുതലേക്ക് നമ്മൾ ട്രഡീഷണൽ കിതാബുകളിൽ വായിക്കുന്നത് കബുൽ 2 രീതിയിലുണ്ട്. ഒന്നാമത്തത് കബുൽ മങ്കൂലും കബുൽ ഗൈറു മങ്കൂലും. അപ്പോൾ കബുൽ ഗൈറു മങ്കൂൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വീട് സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ അത് ഒഴിഞ്ഞു കൊടുക്കുക, അവന് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി മങ്കൂലാണെങ്കിൽ കാറോ മറ്റോ ആണെങ്കിൽ നമ്മൾ നൽകുക. അങ്ങനെ അത്തരത്തിലാണ് ഇപ്പോൾ സ്വർണം ഫിസിക്കലാണെങ്കിൽ നമ്മൾ നൽകുക എന്നുള്ളതാണ് കബുൽ വരുന്നത്. എന്നാൽ ഈ സാധനങ്ങൾ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള സ്റ്റോക്ക് ബോണ്ട് പോലത്തെ സാധനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഗൈറു മങ്കൂലിൻ്റെ വിധിയിലേക്കും ഫിസിക്കൽ വിധിയിലേക്കും വരാൻ പറ്റാത്തത് കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഒരു റീഡിഫൈനിങ് ഓഫ് കബുൽ എന്നുള്ള നിലക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. IOF പുറത്തിറക്കിയ സ്റ്റാൻഡേർഡ് 57 അഥവാ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ അവർ പറയുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള കബുൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർട്ടിഫിക്കേഷൻ മുഖേനയോ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കബുൽ ഉറപ്പുവരുത്താൻ പറ്റുമെന്ന് IOF പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് നമ്പർ 57 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാരണത്താൽ അതിന് കുറച്ച് ഷർത്തുകൾ അവർ 5 ഷർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിജിറ്റൽ ഗോൾഡ് സ്വീകരിക്കാൻ പറ്റൂ എന്ന് കൂടി ആ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫസ്റ്റത്തത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബാക്കിംഗ് ആണ്. ഞാൻ ഈ ഒരു ഷർത്ത് പറഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള നിലവിലുള്ള സ്കീമുകൾ പരിശോധിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു പ്രിൻസിപ്പൾസിനോട് ബന്ധിപ്പിച്ചിട്ട് നമുക്കത് ശരിയായ കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് വ്യക്തമാക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ ഫസ്റ്റ് പറയുന്നത് തന്നെ ഫിസിക്കൽ ബാക്കിംഗ് ആവണം എന്നുള്ളതാണ്. അഥവാ ETF യൂണിറ്റ്സോ എന്താണെങ്കിലും നമ്മളത് നൽകുമ്പോൾ അത് ഫിസിക്കലായിട്ട് നമുക്ക് എപ്പോഴാണോ നമ്മുടെ ആവശ്യം ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാവണം. രണ്ടാമത്തത് ഓണർഷിപ്പ് എന്താവണം, ഫുള്ളി ഓണർഷിപ്പ് ആവണം. അഥവാ എനിക്ക് അതുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള എൻ്റെ ഉടമസ്ഥയിലുള്ള സാധനം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഓണർഷിപ്പിലൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാവണം. പിന്നെ സ്പോട്ട് സെറ്റിൽമെൻറ്റ് ഹാൻഡ് ടു ഹാൻഡ് ആവണം. അതുപോലെ അവോയ്ഡ് റിബ ഖറർ. പിന്നെ 5ാമത്തത് സക്കാത്ത് കൊടുക്കുന്ന മുതലായിരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അവർ നൽകുന്ന ഷർത്തുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇതിനെ
നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഡിജിറ്റൽ ഗോൾഡിൻ്റെ കബദ് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള സ്കീംസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഫിസിക്കൽ ഗോൾഡിൽ നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ടതില്ല. എന്നാൽ നിലവിൽ ഇന്ന് ഒരുപാട് ഫിസിക്കൽ ഗോൾഡ് ഹറാമായ രീതിയിൽ നടന്നു വരുന്ന ഒരു പ്രധാന ഘടകമാണ്. അഥവാ ഇന്ന് പണം നൽകുക, എന്നിട്ട് ഒരു 2 വർഷം 3 വർഷം, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അന്ന് മഹർ കൊടുക്കുകയാണെങ്കിൽ ഒരു പവൻ ഇന്ന് 1 ലക്ഷം റുപ്യാണെങ്കിൽ അപ്പോൾ ഇനിയും കൂടി 5 ലക്ഷം ആവുമോ എന്ന് പറയുന്നതുകൊണ്ട് ഇന്ന് ഞാനൊരു 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് 2 പവൻ്റെ മഹർ കൊടുക്കാമെന്ന് 5 വർഷം കഴിഞ്ഞിട്ട് ആ സ്വർണ്ണം എനിക്ക് വാങ്ങാമെന്നുള്ള നിയത്ത് ഞാൻ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഇന്ന് ഒരുപാട് ഇന്ന് പണം നൽകി പിന്നീട് വാങ്ങുന്ന രീതിയിലുള്ള സ്വർണ്ണം പിന്നീട് വാങ്ങുന്ന ഒരുപാട് ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതെന്താണ്, തീർത്തും നമുക്ക് ഹുലൂൽ എന്നുള്ളൊരു ഷർത്ത് ഇല്ലാത്തത് കാരണത്താൽ അത് ശരിയ പ്രകാരം അത് ശരിയല്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പ്രധാനമായിട്ടും പറയുന്ന ഒരു ഹീത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ഇപ്പം നമ്മൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ, അഥവാ 2-3 ആഴ്ചകൾക്കിടയിൽ ഞാൻ ആ സാധനം വാങ്ങുമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വർണം കൈപ്പറ്റും. വലിയ ഡിസ്റ്റൻസ് 2-3 വർഷമല്ല, ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ ആ ഒരു നൽകുന്ന പണം അത് പണമായിട്ട് ഒരു കടമായിട്ട് നൽകുകയും ആ തിരിച്ചു വാങ്ങുന്നത് ആ ഒരു കടത്തിനുള്ള പകരമായിട്ട് സ്വർണം ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് തരികയാണെങ്കിൽ പകരമായിട്ട് നൽകുന്നു. ഇത് ഈ ഒരു ഹീലത്ത് പ്രയോഗികമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്വാഭാവികമായിട്ടും സ്വർണത്തിൻ്റെ മൂല്യം വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയോ ചെയ്യാതെ, അതായത് ഒരു ഷോർട്ട് ടേം പീരീഡിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലോങ് ടേം ആണെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു ചോദ്യത്തിന് ഏറ്റവും വളരെ സ്യൂട്ടബിൾ ആയതും എന്നാൽ നമുക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വർണം ഇപ്പോൾ പണം കൊടുത്ത് ഇപ്പം തന്നെ അത് കൈപ്പറ്റുക, എന്നിട്ട് അത് വധിയാത്തായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിക്കാൻ വേണ്ടി ജ്വല്ലറികളിൽ ഏൽപ്പിക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ട്. അതിപ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞിട്ട് ആ സ്വർണം തന്നെയല്ലേ നമ്മൾ വാങ്ങുന്നത്. മൂല്യം എന്നുള്ളത് ഇന്നലെ കൊൽത്തൂർ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ നോക്കുന്നത് എന്ത് വാല്യൂ ആണ് നോക്കുക. ആ കാലത്ത് ഇതിൻ്റെ വാല്യൂ എന്താണ്, ഈ കാലത്ത് വാല്യൂ എന്താണെന്നുള്ളതല്ല, മറിച്ച് എന്താണ് നമ്മൾ കൊടുക്കുമ്പോൾ ഏതായിരുന്നു, കൊടുക്കുമ്പോൾ ഉള്ള സാധനം എന്താണോ. ഇപ്പോൾ 10 രൂപയാണ് കൊടുത്തതെങ്കിൽ ചിലപ്പം 5 വർഷം കഴിഞ്ഞിട്ട് 10 രൂപയുടെ ആ ഒരു വാല്യൂ എന്നുള്ളത് ചിലപ്പോൾ 2 രൂപയുടെ സ്ഥാനത്തായിരിക്കും. അത് നമ്മൾ നോക്കില്ല, 10 പകരം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇപ്പം വാങ്ങി ഇപ്പം തന്നെ കൊടുക്കുക, എന്നിട്ട് അത് പിന്നെ 5 വർഷം കഴിഞ്ഞ് വാങ്ങിയാൽ അതെന്താണ് ഒരു ഹലാലായ രൂപമാണ്. അത്തരത്തിൽ നമ്മൾ ചെയ്താൽ മതി. വെറുതെ നമ്മൾ നേരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5 വർഷം വാങ്ങുക എന്നുള്ളത് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഹീലത്ത് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. രണ്ടാമത്തതാണ് ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ളത്. അഥവാ പേടിഎമ്മിലും അതുപോലെ GPay പിന്നെ സേഫ് ഗോൾഡ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡിജിറ്റൽ ഗോൾഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡുകൾ നമുക്ക് പ്രധാനമായിട്ടും വാങ്ങാൻ പറ്റുക നമ്മൾ നോർമലായിട്ട് പേടിഎമ്മിലൂടെയും ഇത് ഗൂഗിൾ പേയിലൂടെയൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നൽകുന്ന ഒരുപാട് ഗോൾഡ് കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് സേഫ് ഗോൾഡ്, MMTC, അതുപോലെ പാമ്പ്, പിന്നെ AUG എമൗണ്ട്, അതുപോലെ തുടങ്ങിയ ഒരുപാട് കമ്പനികളുണ്ട്. അവർ നമ്മൾ നൽകുന്ന യൂണിറ്റ്സിന് ഇപ്പോൾ ഞാനൊരു 1 രൂപക്ക് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് എത്രയാണോ ഒരു മിനിമം ഇത് വെക്കുന്നത് അതിനനുസരിച്ച് എനിക്ക് യൂണിറ്റ് പർച്ചേസ് ചെയ്യാം. ഇവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു നിശ്ചിത വലിയ ഇപ്പോൾ 24 ക്യാരറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ 100 യൂണിറ്റ്സ് ഒരാളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അത് ഫിസിക്കലായിട്ട് ബാക്കപ്പ് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതിന് ബാക്കപ്പ് ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഇന്ന് ഇന്ത്യയിൽ വരുന്ന സകലമാന ഡിജിറ്റൽ ഗോൾഡുകളുമുള്ളത്. അഥവാ നമ്മളിപ്പോൾ ഞാനിപ്പോൾ 500 രൂപ കൊടുത്തെങ്കിൽ എൻ്റെ വാലറ്റിലേക്ക് എത്ര യൂണിറ്റ് ആണോ അത് ക്രെഡിറ്റ് ആവും. പക്ഷേ ആ യൂണിറ്റ് എനിക്ക് ഫിസിക്കലായിട്ട് കൈ കിട്ടണമെങ്കിൽ അതിനൊരു മിനിമം അവർ വെച്ചിട്ടുണ്ട്. അഥവാ 100 യൂണിറ്റുള്ള ആളുകൾക്ക് മാത്രമേ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂ, അത് തിരിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ളൊരു ഷർത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലായത് കാരണത്താൽ ഫിസിക്കൽ ബാക്കിംഗ് ഇല്ല എന്നത് കാരണത്താൽ ഇന്ത്യയിൽ നിലവിലുള്ള ഡിജിറ്റൽ ഗോൾഡ് സ്കീംസുകളെല്ലാം എന്താണ്, അത് ശരിയാൻ അൺകോംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇനി അടുത്തതാണ് സോവറൈൻ ഗോൾഡ് ബോണ്ട്. സോവറൈൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ച് അധികമൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 2015 RBI പുറത്തിറക്കിയ ഒരു സ്കീമാണ്. അഥവാ ഒരുപാട് വീടുകളിൽ ഒരുപാട് സ്വർണ്ണങ്ങൾ കെട്ടിക്കിടക്കുന്നു, അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അത് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ വർഷവും 2.5% തിരിച്ച് ആ ഒരു പലിശയായിട്ട് ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ഒരു സ്കീമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. 2.5% പലിശ എന്നുള്ള ഇത് വിരലോടുകൂടി അതെന്താണ് ശരിയിൽ നിന്ന് പുറത്തുപോയി, എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പിന്നെ നാലാമത്തതാണ് ഗോൾഡ് ETF. ഗോൾഡ് ETF-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ആണ്. അഥവാ നമ്മളിപ്പോൾ ബോണ്ട്, ഷെയർ, സാധനങ്ങൾ അത് ഗോൾഡാണ് അതിൻ്റെ അസറ്റ് എങ്കിൽ അതിന് ഗോൾഡ് ETF എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോൾഡ് ETF ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഒരുപാട് ഗോൾഡ് ETF ഉണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് NCAയും അതുപോലെ BCEL ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയും അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ETF ഗോൾഡ് ETFകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ
ഇന്ത്യയിലുള്ള ഇന്നലെ സെയ്ഫ് അഹമ്മദ് സാറോട് ഇത് ചോദിച്ചപ്പോൾ സാറും പറഞ്ഞത് സെബി എന്ന് പറഞ്ഞ അവർ പുറത്തിറക്കിയ ഒരു നോട്ടീസ് ഉണ്ട്, ഈ അടുത്ത് പുറത്തിറക്കിയതാണ്. ഡിജിറ്റൽ ഗോൾഡുകളും അതുപോലെ ETF-കളിലേക്കുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, അത് പിൻവലിക്കണം. കാരണം അത് സേഫ് അല്ല എന്നുള്ള ആൾക്കാർ തന്നെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഒന്നാമത് നമ്മൾ ഇഫ്ദുൽ മാൽ എന്ന് വെച്ച് നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അതോടൊപ്പം ഈ ഗോൾഡ് ETF-കൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരതിനെ ഉപയോഗിച്ച് ഇപ്പോൾ അവർ സോവറിൻ ഗോൾഡ് ബോണ്ടിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള പലിശ ഇടപാട് കിട്ടുന്നത്. അവർക്ക് ഇപ്പോൾ 2.5% പലിശ കിട്ടുന്നതിലൂടെയാണ് നമുക്ക് ലാഭം തരുന്നത് എന്നുള്ള തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിലുണ്ട്. അതുപോലെ തന്നെ അതിലുപരി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫിസിക്കൽ ബാക്കിംഗ് എന്നുള്ളൊരു സാധനം ഇന്ത്യൻ ഗോൾഡ് ETF-ൽ തീരെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യയിലുള്ള ഒരു ഗോൾഡ് ETF-ലും നമുക്ക് എപ്പോഴാണോ നമുക്ക് ഗോൾഡ് വേണ്ടത് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഗോൾഡ് കൈവശപ്പെടുത്താൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യാം, എൻ്റെ ബാലറ്റിൽ ഇപ്പോൾ 5 പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ എനിക്കത് വിൽക്കാം. മറിച്ച് എനിക്ക് 5 പവൻ എൻ്റെ കയ്യിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ലഭിക്കുകയില്ല. അതിനുള്ളൊരു സൗകര്യം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഗോൾഡ് ETF-നും നിലവിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനിയിപ്പോൾ ETF ഹലാലായ രീതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലവിലില്ല. ഇനിയിപ്പോൾ സൗദി അറേബ്യയിലെ അൽ ബിലാദ് ഗോൾഡ് ETF, അതുപോലെ മലേഷ്യയിലെ ട്രേഡ് പ്ലസ് ശരിയ ഗോൾഡ് ട്രാക്കർ, ഓസ്ട്രേലിയയിൽ PM ഗോൾഡ് തുടങ്ങിയ ഒരുപാട് ETF-കൾ ലോകത്തിലുണ്ട്. പക്ഷേ എന്തില്ല, ഇന്ത്യയിൽ നിലവിലുള്ള ETF-കളൊക്കെ എന്താണ് ഫിസിക്കൽ ഗോൾഡ് ബാക്കപ്പ് ഇല്ലാത്ത രീതിയിലുള്ള ETF ആയത് കാരണത്താൽ അതും എന്താണ് ശരിയായ നോൺ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്കറിയാം, അത് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഗോൾഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാകുന്നത്. അഥവാ അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കമ്പനി, എൻ്റെ കയ്യിലുള്ള ഒരു 10 കോടി ഞാൻ എന്ത് ചെയ്യാണ്, സ്വർണ്ണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനൊരു 10 ലക്ഷം യൂണിറ്റുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് അവർ ഔട്ട് ചെയ്യാണ്. 10 കോടി കൊടുത്ത് 10 ലക്ഷം യൂണിറ്റുകൾ പുറത്താക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ യൂണിറ്റും ഓരോ ആളുകൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാണ്. അതിന് ഞാൻ അപ്പോൾ 10 കോടി കൊടുത്ത് 10 ലക്ഷം യൂണിറ്റ് ആണെങ്കിൽ അവിടെയുള്ള അതിൻ്റെ NAV എന്ന് പറഞ്ഞാൽ, അഥവാ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഒരു യൂണിറ്റിന് 100 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നെറ്റ് ഇതാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നതും. ഇതുപോലെ ശരിയായ കോംപ്ലൈൻറ്റിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഷർത്തുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ ബാക്കപ്പ് വേണം. അതുപോലെ ഇത് നമുക്ക് എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്ക് ഇത് കൈമാറ്റം ചെയ്യാനും അതിൻ്റെ ഓണർഷിപ്പ് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുകയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൈമാറ്റ ഇടപാടൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു അതിൻ്റെ നിബന്ധനകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അവസാനമായിട്ട് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്നുള്ളതാണ്. ഇതിലധികം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കാണുന്ന പോലെ തന്നെ നമ്മൾ ജ്വല്ലറികളിലേക്ക് നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ കൊടുക്കും. അത് അവർ ഇത്ര കാലത്തേക്ക് അവർ സൂക്ഷിക്കും. ഓരോ വർഷം ഇത്ര ശതമാനം നമുക്ക് പലിശയായിട്ട് തരും എന്നുള്ളതാണ്. അതിൽ സംശയം ഇല്ലാതെ തന്നെ നമുക്ക് പറയാം അത് ശരിയായ നോൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾസ് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിക്കലാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയാക്കാൻ പറ്റും. കാരണം ETF-കൾ നമ്മൾ ETF ഹറാമാണോ എന്ന് ചോദിച്ചാൽ, ഗോൾഡ് ETF ഹറാമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഹറാമാണെന്നോ അത് ഹലാലാണെന്നോ എന്ന് പറയാൻ പറ്റുകയില്ല. അത് ഓരോ നാടുകൾക്കനുസരിച്ച് അത് മാറ്റമുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള ഗോൾഡ് ETF-കളൊക്കെ എന്താണ് അത് ശരിയായ നോൺ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിൽ RBI റൂൾ ഉണ്ട്. എന്ത് ബാങ്ക് ഇടപാടുകൾ എന്തുണ്ടെങ്കിലും അതിൽ പലിശ നിർബന്ധമാണ്. RBIയുടെ റൂളാണ്. ആ ഒരു റൂളിനനുസരിച്ചാണ് ഇന്ത്യയിലുള്ള നിലവിലുള്ള അധിക ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. അത് കാരണത്താൽ ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിലോ എന്തിലാണെങ്കിലും ഇന്ത്യയിൽ പലിശ വരുന്നുണ്ട്. അപ്പോൾ ഈ പലിശ വരുന്നത് കാരണത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഗോൾഡ് സ്കീമുകൾ ഇന്ത്യയിൽ നിഷിദ്ധമാണ്. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിനെ ഹലാലാകുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ, ഇപ്പം ഫിസിക്കൽ ബാക്കപ്പിലൂടെ ഏതെങ്കിലും NBFC കമ്പനികളോ മറ്റോ തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹലാലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മർമ്മപ്രധാനം എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ നോക്കുക. ഹദീസിലൂടെ വന്ന 3 പ്രിൻസിപ്പിൾസ്, അതുപോലെ ഈ ഒരു പുതിയ കാലത്ത് റീഡിഫൈൻ ചെയ്തുകൊണ്ട് IOF പുറത്തിറക്കിയ ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള സ്കീമുകൾ ഇത്തരത്തിൽ ശരിയായ കംപ്ലൈൻറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് നിലവിലുള്ള ഒരുപാട് സ്കീമുകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വിഷയം. ഇനി ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു 6 കാറ്റഗറി, അതായത് ETF, സോവറിൻ ഗോൾഡ് ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഡിജിറ്റൽ ഗോൾഡ്, ഈ ഒരു
ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഇന്ന് നിലവിൽ കാണുന്ന എല്ലാ ജ്വല്ലറികളുടെ സ്കീമുകളുള്ളത്. ആ സ്കീം എടുത്ത് നോക്കി നമ്മൾ ഈ ഒരു 6 കാര്യങ്ങൾ വെച്ച് നോക്കി ഇതിലേതെങ്കിലും ഒന്നിൽ പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപം തന്നെയായിരിക്കും അതിൽ വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റുകളൊക്കെ എത്തിക്കലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Thank you, Mr. Unais, for your insightful lessons. Next, Muhammad Sabit KM. Topic: Microfinance and Profit Sharing Partnership, the hybrid method for financial inclusion and ethical growth in rural India. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah, salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന മോഡറേറ്റർ, അതുപോലെ പ്രസൻറ്റേറ്റേഴ്സ്, സദസ്സിലിരിക്കുന്ന ഉസ്താദുമാരെ, സഹോദരന്മാരെ, എൻ്റെ വിഷയമെന്ന് പറയുന്നത് മൈക്രോ ഫൈനാൻസ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് പാർട്ട്ണർഷിപ്പ്, an ethical approach to poverty alleviation in rural India എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോ ഫൈനാൻസ് എന്താണെന്ന് വിശദീകരിക്കുക, അതിൻ്റെ ഡെഫിനിഷൻസ്, മീനിങ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, അതിന് ഇന്ത്യയിലുള്ള മൊത്തത്തിൽ മൈക്രോ ഫൈനാൻസിൻ്റെ ചലഞ്ചസ്, അതുപോലെ ഇന്ത്യയിലുള്ള അതിൻ്റെ ലിമിറ്റേഷൻസ് അതൊക്കെ പറയുകയും അതുപോലെ തന്നെ മുലാറബ അതിൻ്റെ ഡെഫിനിഷൻസ്, മീനിങ്, ഫീച്ചേഴ്സുകളൊക്കെ പറയുകയും ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് മെത്തേഡ് പ്രപ്പോസ് ചെയ്യുകയും ഇതിൻ്റെ ഒരു കമ്പാരിസണും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് പോവർട്ടി അലിവേഷന് സാധിക്കുന്നത് എന്ന കാര്യവും അതുപോലെ തന്നെ റൂറൽ ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കുക എന്ന കാര്യങ്ങളും ഇതെല്ലാം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതിന് തന്നെ ഈ ഒരു വിഷയത്തിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസ്, മുലാറബ, അതുപോലെ തന്നെ പോവർട്ടി അലിവേഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏകദേശം 1.4 ബില്യൺ ജനങ്ങൾ, ഒരു പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം 65% റൂറൽ പോപ്പുലേഷനാണ്. 65% ജനങ്ങളുള്ളത് റൂറൽ ഏരിയകളിലാണ്. അപ്പോൾ ഈ രാജ്യത്തെ GDP 46% GDP അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ റൂറൽ ഏരിയകളിൽ ഇപ്പോഴും 90%-ഓളം പോവർട്ടി ലൈനിൽ താഴെയുള്ള ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. രാജ്യത്തിന് 46% പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സെക്ടറിൻ്റെ ആളുകൾ ഇപ്പോഴും പോവർട്ടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 300 മില്യൺ ജനങ്ങളും കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ ദൈനംദിന ജീവിതത്തിൽ അന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബം പോറ്റുന്ന ആളുകൾ, ഇവർക്ക് കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ മൈക്രോ ഫൈനാൻസ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് ശരി കോംപ്ലൈൻ്റ് അല്ല എന്ന് ഞാൻ ആദ്യം തന്നെ മുഖവരിയായി പറയുകയാണ്. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 200 മില്യണോളം മുസ്ലിം ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ് മൈക്രോ ഫൈനാൻസ് എന്നതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ്റെ എക്സ്ക്ലൂഷൻ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എംപവർമെൻറ്റും, വുമൺ എംപവർമെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇതൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മൈക്രോ ഫൈനാൻസിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇതൊന്നും ഈ റിക്വയർമെൻറ്റ്സ് ഒന്നും ഇവർ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മൈക്രോ ഫൈനാൻസ് എന്താണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും സ്ത്രീകളെയും ലക്ഷ്യമിടുന്ന ഒരു വ്യവസായ സേവനം. ഇത്രയാണ് മൈക്രോ ഫൈനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്കുള്ള ഇതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്രോ ഫൈനാൻസ് ഒരു ഫിനാൻഷ്യൽ സർവീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്മോൾ ലോൺ, ഫിനാൻഷ്യൽ സർവീസസ്,
അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട്, ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൺവെൻഷണൽ ബാങ്കിങ് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന ഒരാളുകളെയാണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകമിൽ നിന്ന് അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുപോലെ ഹൈ ആയിട്ടുള്ള ഡെപ്പോസിറ്റുമാണ് കൺവെൻഷണൽ ബാങ്കിങ് ആളുകൾ ഉദ്ദേശിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇതൊന്നും റൂറൽ ഏരിയകളിൽ ദാരിദ്ര്യത്തിൻ്റെ താഴെ നിൽക്കുന്ന ഈ ഒരു റൂറൽ ഏരിയകളിലെ ആളുകൾക്ക് ഇത് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ഇവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ മൈക്രോ ഫൈനാൻസ് തുടക്കം കൊണ്ടത്. അപ്പോൾ ഇത് മെയിനായിട്ട് MFI, അതായത് മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ SHG, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ NGO, NBFC ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ മൈക്രോ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇവരാണ് ഈ മൈക്രോ ഫൈനാൻസിൽ നിന്നാണ് സ്മോൾ ലോൺ അമൗണ്ട്സ്, അതായത് 1500 രൂപ മുതൽ ഇതിൽ നിന്ന് ലോണുകൾ എടുക്കാൻ കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 1500 രൂപ എന്ന് പറയുന്നത് വലിയ സംഖ്യ അല്ലെങ്കിൽ കൂടി ഈ റൂറൽ ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആവശ്യങ്ങൾക്കും അവരുടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾക്കും ആവശ്യമായിക്കൊണ്ട് ഈ പൈസ വലിയൊരു ഉപകാരമാവുകയും അതിൽ നിന്ന് അവർ കുറേ ഉപകാരം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മൈക്രോ ഫൈനാൻസിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോ ഫിസിക്കൽ കൊളാറ്ററൽ ഇതിൽ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ പകരം നമ്മൾ എന്തെങ്കിലും ഒരു പണയം അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ ഒരു മൈക്രോ ഫൈനാൻസിൽ ഈ ഒരു കൊളാറ്ററലായിട്ട് നമ്മൾ അവിടെ ഒരു സംഭവം സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ ഫൈനാൻസ് ശരിയായ കോംപ്ലയൻ്റ് അല്ല. കാരണം അവർ ലോൺ തരുന്ന ആ സമയത്ത് തന്നെ അവരൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അവർ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റ് കാരണം തന്നെ പലിശ ഇസ്ലാമിൽ ഹറാമായതുകൊണ്ട് തന്നെ ഈ മൈക്രോ ഫൈനാൻസിൽ 200 മില്യൺ മുസ്ലിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ മൈക്രോ ഫൈനാൻസിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ചലഞ്ചസ് എന്താണ്? അപ്പോൾ ആദ്യമായി തന്നെ പറയാനുള്ളത് ഇതിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. അതായത് മൈക്രോ ഫൈനാൻസ് തുടങ്ങുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ കൂടി പിന്നീട് അവർ സ്വന്തം കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടുവരികയും 50% ഇൻട്രസ്റ്റ് വരുന്ന മൈക്രോ ഫൈനാൻസ്, അതായത് റൂറൽ ഏരിയകളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ മൈക്രോ ഫൈനാൻസിൽ 50% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉൾപ്പെടുത്തുന്നതോട് കൂടി തന്നെ മാസം അല്ലെങ്കിൽ കൊല്ലത്തിലുള്ള പ്രത്യേക സമയങ്ങളിൽ തന്നെ തിരിച്ചടക്കുകയും അത് അടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ടും നമുക്ക് ഈ ഒരു ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബിസിനസ് ഒരാൾ ഇതിൽ നിന്ന് കടമെടുത്തുകൊണ്ട് മൈക്രോ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ഒരാൾ ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ബിസിനസ് എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇത് ഈ മൈക്രോ ഫൈനാൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ലോസിന് ബാധ്യസ്ഥനാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ എവിടെ നിന്നാണോ തുടങ്ങിയത്, ഒരു പാവപ്പെട്ട ആൾ ഈ മൈക്രോ ഫൈനാൻസിൽ നിന്ന് തൻ്റെ സാമ്പത്തിക നില ഉയർത്താൻ വേണ്ടിയിട്ട് കടമെടുത്തുകൊണ്ട് ഒരു ബിസിനസ് എൻറ്റിറ്റി തുടങ്ങുകയും അത് ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ പൊട്ടിപ്പോവുകയാണെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് തുടങ്ങിയത് അതിനെക്കാട്ടും താഴത്ത് കൂടുതൽ കടക്കാരനാവുകയും ചെയ്യുന്നു എന്നതാണ് ഒരു സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ഈ മൈക്രോ ഫൈനാൻസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മൈക്രോ ഫൈനാൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി നമ്മൾ കാണുന്നത് റിസ്ക് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അതായത് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഹൈബ്രിഡ് മോഡൽ റിസ്ക് ഷെയറിംഗ് ആണ്. അതായത് റിസ്ക് ട്രാൻസ്ഫറും റിസ്ക് ഷെയറിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇത് കടമെടുക്കുന്ന ആൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ, മൈക്രോ ഫൈനാൻസിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ജനങ്ങൾക്ക് കടം കൊടുക്കുന്നു. ഇതിലൂടെ ഇൻട്രസ്റ്റ് ഏർപ്പെടുത്തുന്നതിലൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ബോറോവറിന്, അതായത് കടം കൊടുക്കുന്ന ആൾക്ക് ഇതിലൂടെ ലാഭം ഉറപ്പാണ്. ഈ സാധാ പലിശയുടെ ഇടപാട് തന്നെ കടം കൊടുക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് ലാഭം ഉറപ്പാവുകയും കടം വാങ്ങുന്ന ആളുകൾക്ക് അതിൽ നിന്ന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നഷ്ടം സംഭവിക്കുകയാണെങ്കിലും അത് എന്താണ് അവർക്ക് കൊളാറ്ററൽ വെക്കേണ്ട ആവശ്യവും അതുപോലെ തന്നെ നഷ്ടപ്പെടുകയാണെങ്കിലും അവർക്ക് തിരിച്ചടക്കേണ്ട ഒരു ബാധ്യത വരികയും ചെയ്യുന്നുണ്ട്. ഇതാണ് റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഞാൻ കൊണ്ടുവരുന്ന ഈ ഹൈബ്രിഡ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഷെയറിംഗ് ആണ്. അതായത് മുലാറബ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ മുന്നേ വന്ന ആളുകളൊക്കെ ഈ മുലാറബേൻ്റെ ഈ ഒരു
അത് എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടാവും. മുലാറബ ഈ പറഞ്ഞതുപോലെ തന്നെ റിസ്ക് ഷെയറിംഗ് ആണ്. രണ്ടു പേർക്കും ഇതിൽ ഒരേ രീതിയിലുള്ള റിസ്ക് ഉണ്ട്. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലും രണ്ടാമത്തെ ആൾക്ക് അദ്ദേഹത്തിൻ്റെ എഫേർട്സും ഐഡിയാസും നഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് ഈ രണ്ട് മെത്തേഡ്സും തമ്മിലുള്ള മെയിൻ കോർ പോയിന്റ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഇന്ത്യയിലുള്ള ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് റിസ്ക് ട്രാൻസ്ഫർ, ഗ്യാരണ്ടീഡ് ലെൻഡർ പ്രോഫിറ്റ്, ബോറോവർ ബേസ് എൻറ്റയർ ലോസ്, ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ കൺവെൻഷണൽ ബാങ്കിങ്ങിലുള്ള എല്ലാ ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് റൂറൽ ഇന്ത്യയിൽ റൂറൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മോൾ ലോൺ എമൗണ്ട്സും അതുപോലെ തന്നെ അവരുടേതായ അക്കൗണ്ട്സും സ്മോൾ ഡെപ്പോസിറ്റും ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറഞ്ഞതുപോലെ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പോവർട്ടി എക്സിറ്റ് എന്ന് വെച്ചാൽ ഇവർ തുടങ്ങുന്നത് ഈ ജനങ്ങൾ കടമെടുക്കുന്നു, അതുപോലെ തന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് ലക്ഷ്യം കണ്ടുകൊണ്ട് തുടങ്ങുന്ന ഈ മൈക്രോ ഫൈനാൻസിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലഭിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് തന്നെയാണ് കാരണം. ഒരാൾ കടമെടുക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയും പിന്നീട് കടമടക്കേണ്ട ഒരു ആവശ്യം വരുന്നതിലൂടെ തന്നെ ലോങ് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പകരം അദ്ദേഹം വീണ്ടും കടക്കാരനാവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് സാധാ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കും ഈ മൈക്രോ ഫൈനാൻസിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഹൈബ്രിഡ് മെത്തേഡ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത്. ഈ ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് സാധാ പോലെ മുലാറബ ഈ മൈക്രോ ഫൈനാൻസിൽ ചേർത്തിക്കൊണ്ട് അതിൽ വരുന്ന ഇൻട്രസ്റ്റും നൺ കോംപ്ലൈൻ്റ് ആയ വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കോംപ്ലൈൻ്റ് ആയ രീതിയിലുള്ള ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുലാറബ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരാൾ ക്യാപിറ്റൽ ഇറക്കുകയും അദ്ദേഹം ഇത് കൊണ്ടുവരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു മണി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ പണിയെടുക്കുന്ന ആൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ എനർജിയും ടൈമും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീ പ്ലാൻസ് അല്ലെങ്കിൽ ബിസിനസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റേ ആൾ ഇതിൽ പണിയെടുക്കുകയും ചെയ്യുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം രണ്ടാളും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റേഷ്യോയിൽ തങ്ങൾക്കിടയിൽ വീതിക്കുകയും ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ഈ പറഞ്ഞതുപോലെ മുലാറബ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ ഫൈനാൻസിൽ ഉള്ളതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുകയില്ല. രണ്ടാൾക്കും ഇതിൽ നിന്ന് ലാഭം ലഭിക്കുന്നുണ്ട്, അതേസമയം ഇൻട്രസ്റ്റ് ഇതിൽ വരുന്നില്ല. രണ്ടാൾ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം തിരിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ലോങ് ടേം പോവർട്ടി അലിവേഷന് കൂടുതൽ സാധൂകരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ മുലാറബ മെത്തേഡ് അല്ലെങ്കിൽ കിറാദ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുള്ളത് മ്യൂച്വൽ ട്രസ്റ്റ്. അതായത് ഈ രണ്ട് മെത്തേഡിലുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു മെത്തേഡ് മുലാറബ മെത്തേഡിൽ നമ്മൾ മ്യൂച്വൽ ട്രസ്റ്റിനെയാണ് കൂടുതൽ ഊന്നുന്നത്. അതായത് മറ്റേ മെത്തേഡ് അതായത് മൈക്രോ ഫൈനാൻസ് മെത്തേഡിൽ ലീഗൽ ഇൻട്രസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ വീണ്ടും ലീഗലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അവരുടെ കൊളാട്രൽ സ്വീകരിക്കുന്നതോടുകൂടി അവർക്ക് തൻ്റെ ബിസിനസ് പൊട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള പേടി, അതുപോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൈക്രോ ഫൈനാൻസിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ മുലാറബ മെത്തേഡിൽ ഈ മ്യൂച്വൽ ട്രസ്റ്റാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരാൾ ഇൻവെസ്റ്റ് ഇറക്കുകയും മറ്റേ ആൾ അതിൽ നിന്നുള്ള തൻ്റെ എനർജിയും ഐഡിയയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നതിലൂടെ രണ്ടാളും ഒരു മ്യൂച്വൽ ട്രസ്റ്റും അതിൽ നിന്ന് ഒരു ലാഭവും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നതാണ്. ഇനി മുലാറബ മൈക്രോ ഫൈനാൻസ് തമ്മിലുള്ളൊരു കമ്പാരിസനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഇൻട്രസ്റ്റ് ആണ്, ഒന്ന് ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഒന്നിൽ ഫിക്സ്ഡ് റിപ്പേയ്മെൻ്റ് ആണ്, രണ്ടാമത്തതിൽ ലാഭം നഷ്ടം ഇവർക്കിടയിൽ റേഷ്യോ ബേസ്ഡ് ആയിട്ട് വീതിക്കുന്ന സ്വഭാവമാണ് നമുക്ക് കാണുന്നത് ഈ മുലാറബയിൽ. അതുപോലെ തന്നെ ഒന്നിൽ റിസ്ക് ട്രാൻസ്ഫർ ആണ്, ഒന്ന് റിസ്ക് ഷെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസ്ക് ട്രാൻസ്ഫർ ഇതിൽ നിന്ന് കടം കൊടുക്കുന്ന ആൾക്ക് ലാഭം ഉറപ്പാവുകയും മറ്റേ ആൾക്ക് ലാഭം ഉറപ്പാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവ്യക്താവസ്ഥ ഉണ്ടാവുകയും, മറ്റേ മുലാറബ എന്ന പറയുന്ന ഈ മെത്തേഡിൽ രണ്ടു പേർക്കും ഒരേ രീതിയിലുള്ള റിസ്ക് ഉണ്ടാവുകയും ചെയ്യുകയും. ഇനി ഈ മുലാറബ എങ്ങനെയാണ് പോവർട്ടി അലിവേഷന് സാധൂകരിക്കുന്നത് എന്നുള്ള വിഷയമാണ്. ആദ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ
ഒരാൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്, ബിസിനസ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കടത്തിൻ്റെ പേടിയില്ലാതെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതിന് ആളുകൾ മുന്നോട്ട് വരും. മുളാറബ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മൈക്രോ ഫൈനാൻസിൻ്റെതിന് പുറമെ, മൈക്രോ ഫൈനാൻസ് അല്ലാതെ തന്നെ മുളാറബ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആളുകൾ ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് വരും എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മൈക്രോ ഫൈനാൻസിൽ ആണ് ആളുകൾ ഉള്ളതെങ്കിൽ കടമെടുക്കുകയും പിന്നീട് കടമെടുക്കുകയും തുടങ്ങിയതിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് ലെവൽ താവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു മുളാറബ മെത്തേഡ് ആണെങ്കിൽ അദ്ദേഹം കടമെടുക്കുകയും രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം രണ്ടുപേരും വീതിക്കുകയും ചെയ്യുന്നതിലോടുകൂടി പോവർട്ടി എലിവേഷൻ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മ്യൂച്വൽ ട്രസ്റ്റ് ആണ്. അതായത് ഒരു ലീഗൽ ത്രെട്ടിന് പകരം മ്യൂച്വൽ ട്രസ്റ്റാണ് ഇതിൽ കൂടുതൽ ഊന്നു കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റൂറൽ ഇന്ത്യയിലുള്ള ഏകദേശം 200ഓളം വരുന്ന മുസ്ലിം ജനങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു വലിയ വാസ്തവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് വരുന്ന ഈ ഒരു മൈക്രോ ഫൈനാൻസിൽ നിന്ന് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മുളാറബ മെത്തേഡിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു വ്യവസ്ഥയാണ്. ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് മുളാറബ ഈ ഒരു ഹൈബ്രിഡ് മെത്തേഡ് എന്ന് വെച്ചാൽ മൈക്രോ ഫൈനാൻസിൽ നമ്മൾ എന്ത് ചെയ്യും, മൈക്രോ ഫൈനാൻസിൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ശരിയായ നോൺ കോംപ്ലയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്നത് മുളാറബ മെത്തേഡാണ് അവിടെ ലോൺ കൊടുക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ളൊരു ഹൈബ്രിഡ് മെത്തേഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ NGO, NBFC, MFI ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിക് ബാങ്കിങ്, ഇതാണ് മെയിൻ. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി സാധ്യമാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ നമ്മൾ NGO എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഡയറി ഫാം, പിന്നെ ചെറുകിട വ്യവസായങ്ങൾ, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഹൈബ്രിഡ് മെത്തേഡ് കൊണ്ടുവരികയാണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയുന്നത്, ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് പോവർട്ടി എലിവേഷൻ എത്രത്തോളം ഇന്ത്യയിൽ സാധ്യമാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് റൂറൽ ഇന്ത്യയിൽ എത്രത്തോളം ജനങ്ങൾക്ക് ശരിക്കും പോവർട്ടി എലിവേഷൻ സംഭവിക്കുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നിലവിലെ മൈക്രോ ഫൈനാൻസ് രീതിയെ ഇസ്ലാമിൽ നിരക്കാത്ത ഇസ്ലാമിൽ ഹറാമായ രീതിയിലുള്ള ഈ മൈക്രോ ഫൈനാൻസിനെ എങ്ങനെയാണ് നമ്മൾ മുളാറബ മൈക്രോ ഫൈനാൻസ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് പാർട്ണർഷിപ്പ് ഇതൊരു ഹൈബ്രിഡ് ആയ മെത്തേഡ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പണമിടപാടിൽ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കി. ബിസിനസ്സിൽ അധികവും ആളുകൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് അധികവും ഇൻവെസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രോഫിറ്റ് എങ്ങനെ ലഭിക്കുമെന്ന് നോക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ധാർമ്മിക മൂല്യങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ശരിയാ കോംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൊണ്ടുവരിക എന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു മൈക്രോ ഫൈനാൻസ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് പാർട്ണർഷിപ്പ്, മൈക്രോ ഫൈനാൻസ് നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൂടുകയും ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെ റൂറൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കിങ്, അതാണ് മൈക്രോ ഫൈനാൻസ്. ഈ ഒരു മൈക്രോ ഫൈനാൻസ് എങ്ങനെയാണ് നമ്മൾ സാധാ ജനങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ ശരിക്കും പോവർട്ടി എലിവേഷൻ കൊണ്ടുവരാൻ വേണ്ടി റൂറൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ളൊരു ഹൈബ്രിഡ് മെത്തേഡാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ അതിന് ഉദാഹരണമായിട്ട് കർണാടകയിൽ ഒരു SKDRTDP എന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരികയും 3 കൊല്ലത്തിൽ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് 42% ആളുകളുടെ ഇൻകം കൂടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ വളരെ ചുരുക്കം 2% മാത്രമാണ് ലോകത്തിപ്പോൾ നിലവിൽ ഈ ഒരു നിലവിൽ നമ്മൾ നടന്നു പോരുന്നത്. അപ്പോൾ ഇതിന് ഇസ്ലാമിക് ബാങ്കിങ് ഒക്കെ വർദ്ധിച്ചു വരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡിന് കൂടുതൽ ആവശ്യകത വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും നേരം കേട്ടുന്ന സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹുദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Thank you, Muhammad Sabit, for your enlightening presentation. It's the time for interaction.
പ്രസൻറ്റേഷനുകളിൽ സംശയമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ചോദിക്കും. ഏത് വിഷയം അവതരിപ്പിച്ച ആളോടാണെന്നുള്ളത് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞാൽ നന്നാവും തുടക്കത്തിൽ. ഇതിൽ രണ്ടാമത്തെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അഥവാ ആദ്യം പണം കൊടുത്ത്, ഉദാഹരണത്തിന് കല്യാണം പോലുള്ള ആവശ്യങ്ങൾക്ക് ആദ്യം പണം കൊടുത്ത് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അത് ഗോൾഡ് തിരിച്ചു വാങ്ങുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാലമല്ലാതെ ചുരുങ്ങിയ കാലയളവിലുള്ളതിന് കടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു ഹീലത്ത് പ്രയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും നമുക്ക് ദീർഘകാലത്തും അത് പ്രയോഗിക്കുകയല്ലേ? എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ട് ദീർഘകാലത്തിൽ ഈ കടം എന്നുള്ള ഹീലത്തെ നമുക്ക് പ്രാബല്യത്തിൽ വരുത്തിക്കൂടാ? ആ ഒരു കറലിൻ്റെ വിഷയം പറയപ്പെടുമ്പോൾ അധിക കിതാബുകളിലും ഈ ഒരു ഷോർട്ട് ടേം എന്ന് പറയപ്പെടും. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കടം കൊടുക്കുമ്പോൾ ഫേസ് വാല്യൂ റിയൽ വാല്യൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇപ്പം കടം കൊടുക്കുന്ന 1000 രൂപയുടെ പണം വലിയ കാലം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സ്വർണ്ണമായിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫേസ് വാല്യൂവിൽ വലിയ ഡിഫറൻസ് വരും. അതിപ്പോൾ ഷോർട്ട് ടേം ആണെങ്കിൽ ചെറിയ തോതിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് പൊതുവേ അതിന് പറയപ്പെടുന്ന ഒരു കാരണം. അതിൽ ഏറ്റവും നല്ലൊരു പ്രായോഗിക വശം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ അത് നമ്മൾ അന്നേരം തന്നെ കൈപ്പറ്റി എന്നൊരു വധിയത്തായിട്ട് സൂക്ഷിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അതിൽ കാണാൻ സാധിക്കും. ഓക്കെ. അത് അതേസമയം ഈ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത് എല്ലാ സമയത്തും നേരത്തെ പറഞ്ഞ പോലെ 10 രൂപക്ക് ആ സമയത്ത് ഉള്ള സ്വർണ്ണം, ആ സമയത്ത് ക്യാഷ് കൊടുക്കുന്നതിനുള്ള സ്വർണ്ണം എത്രയാണോ അത് തന്നെ ആ ഒരു ഫേസ് വാല്യൂ എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുമല്ലോ. അപ്പോൾ അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോഴും അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഇസ്ലാമികമായിട്ട് ഹലാലാക്കാൻ ഈ ഒരു സാധനം ഉപയോഗിച്ചുകൂടെ? പക്ഷേ നമ്മൾ കൊടുക്കുന്ന പണമല്ലേ, ആ പണത്തിന് പകരം കറല് സ്വീകരിക്കുന്ന സ്വർണ്ണമാണല്ലോ. അപ്പോൾ അത് സ്വർണത്തിൻ്റെ ഫേസ് വാല്യൂ അല്ലല്ലോ അവിടെ നോക്കുന്നത് പണം എന്നുള്ളതാണ്. അപ്പോൾ ആ പണം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ പണത്തിനോടുള്ള സ്വർണ്ണം എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ വരും. അപ്പോൾ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത് രണ്ടാമത്തെ അതാണെന്ന് പറയപ്പെടും. പിന്നെ അതേ സന്ദർഭത്തിൽ തന്നെ അതിന് പകരമായിട്ട് വദിയത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. അഥവാ അപ്പം തന്നെ വാങ്ങിയിട്ട് പിന്നീട് കൊടുത്തിട്ട് വദിയത്ത് നിലയ്ക്ക് കൊടുക്കാൻ. ഇപ്പോൾ വദിയത്താകുമ്പോൾ ഈ വദിയത്ത് ഏൽപ്പിക്കപ്പെടുന്ന ആൾ അമീനാണല്ലോ. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും രൂപത്തിൽ അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലൊക്കെ ശരിക്ക് ഈ പണം കൊടുക്കുന്ന ആൾക്ക് അവിടെ നഷ്ടം വരില്ല. അത് ഈ വിഷയത്തിൽ പ്രതിപാദിക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയൊരു ഭാഗമാണ്. അഥവാ നമ്മളിപ്പോൾ പൊതുവേ ഇന്നലെ കൊളത്തൂർ ഉസ്താദ് വിഷയം സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. വദിയത്തിൽ അവരെന്തെങ്കിലും ഇടപാട് നടത്തിയാലോ അല്ലെങ്കിൽ അവരെ അടുത്തുനിന്നുള്ള വീഴ്ചയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്നുള്ള വീഴ്ചയോ ആണെങ്കിൽ അവരല്ലാത്ത വീഴ്ചയോ ആണെങ്കിലും അവരുത്തരവാദിത്തമാകുക എന്നുള്ളതാണ് നിലവിലുള്ള ബാങ്കുകളിലും ഗോൾഡ് ജ്വല്ലറികളിലും. ഇപ്പോൾ അവരെ അടുക്കുന്നില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവരെ തന്നെയാണെങ്കിലും ലമാൻ അവർക്ക് തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ലമാൻ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ജ്വല്ലറി ആളുകൾ ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും കൈമാറ്റം നടത്തിയിട്ടാണ് വരുന്നതെങ്കിൽ മാത്രമേ അവർക്ക് ലമാനുള്ളൂ. അല്ല, പക്ഷേ ഇന്നുള്ള ജ്വല്ലറികളിൽ അത്തരത്തിലുള്ള ലമാൻ നമുക്ക് കാണാൻ സാധിക്കില്ല. അവരെങ്ങനെയായാലും നമുക്കത് തരും എന്നുള്ളതാണ്. അപ്പോൾ വദിയത്തിൻ്റെ വിഷയത്തിൽ അവിടെ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വിട്ടുപോയത്. താങ്ക് യു. നമ്മളിവിടെ 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലാദ്യത്തെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾ വരുത്തേണ്ടതുണ്ട് ആ വിഷയത്തിൽ. അതായത് ആ വിഷയത്തിൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത്, അതേപോലെ തന്നെ അതായത് ഇവിടെ ഷിർക്കത്തുണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മുലാറബ ഫണ്ട് മാനേജറും കസ്റ്റമറും അല്ലെങ്കിൽ ഇൻവെസ്റ്ററും തമ്മിലുള്ള എക്കത് വരുന്നത് മുലാറബയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മുലാറബയായിട്ട് വരുമ്പോൾ അവിടെ ലോസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ ലോസ് വരുമ്പോൾ ആ മുലാറബയിൽ ആരാണോ ഫണ്ട്
ഇൻവെസ്റ്റ് ചെയ്തത് അവർക്ക് ലോസ് ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റവർക്ക് അവരുടെ പൈസ പോയി, മറ്റവർക്ക് അവരുടെ വർക്കിംഗ് പോയി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ വരുമ്പോൾ അവരവരുടെ ഒരു നിശ്ചിത ശതമാനം ഫണ്ട് അവർ ആ ഷെയറുകൾ ഇടിഞ്ഞാലും ഇടിഞ്ഞില്ലെങ്കിലും ഒക്കെ അവരവർക്കുള്ള ഫീ എടുക്കും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് തന്നെയാണോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ അതിൻ്റെ കുറേ സ്ക്രീനിങ്, ശരിയായ സ്ക്രീനിങ് പറഞ്ഞു, അത് കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ടാറ്റ എത്തിക്കൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ ശരിയ ETF ഇത് രണ്ടുമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ നിപ്പോൺ ഇന്ത്യ ശരിയ ETF ടാക്സിസ് സ്ക്രീനിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ETF എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഒരു ബെഞ്ച് മാർക്ക്, നിഫ്റ്റി 50 എന്നുള്ള ബെഞ്ച് മാർക്ക് വെച്ചിട്ട്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റി 50 ശരിയ ഇൻഡെക്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ ശരിയ ETF. അപ്പം ആ ഒരു ബെഞ്ച് മാർക്കിനാണ് അവരിങ്ങനെ ഈ ടാക്സിസ് ചെയ്യുന്നത്. ആ ബെഞ്ച് മാർക്കിനെ അവർ ഈ ഏതൊക്കെ സ്റ്റോക്കാണ് ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, അവർ ഫുള്ളി ശരിയ കംപ്ലൈൻ്റ് ആണോ അല്ലേ, അത് കംപ്ലൈൻ്റ് ആണോ അല്ലേ എന്നുള്ളത് പരിശോധിച്ച് അതിലേക്ക് അവർ ആഡ് ചെയ്യുകയും ഇതാക്കുകയും ചെയ്യും. പക്ഷേ അതേസമയം ഈ ETF-കാർ അത് പരിശോധിച്ച് കൃത്യമായി ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇല്ല എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ അത് ശരിയാ നോൺ കംപ്ലൈൻ്റ് ആണെന്നുള്ളതാണ് വരിക. അപ്പം അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയത്തിലും മൂന്നാമത്തെ വിഷയത്തിലൊന്നും ഇനി കൂടുതൽ പറയുന്നില്ല. അവിടെയൊക്കെ ഇവിടെ കുറേ ഷർത്തുകൾ പറഞ്ഞു, അയോഫി പറഞ്ഞിട്ടുള്ള കുറേ നിബന്ധനകൾ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ അതിലുള്ള നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു റീഡെഫിനിഷൻ ഓഫ് കബ്ല് ഹുക്മി എന്നൊക്കെ ഉള്ള വിഷയമൊക്കെ ഒന്നുകൂടിയും വ്യക്തമായിട്ട് എല്ലാവരും പഠിച്ചാലും മനസ്സിലാക്കിയാലൊക്കെ നന്നാവും. അതേപോലെ മൂന്നാമത്തെ വിഷയത്തിലും അതൊരു നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു രീതിയാണത്. അത് നമ്മൾ കൂടുതൽ ഏറ്റെടുത്ത് അതിന് കൂടുതൽ ഓണ്ടർപ്രണർഷിപ്പുകൾ വന്ന് വർക്ക് ചെയ്താലൊക്കെയാണ് അതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുക. നമ്മൾ അതിനു വേണ്ടിയൊക്കെ ശ്രമിക്കേണ്ടി വരും. നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, അതിനു വേണ്ട സംരംഭങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇവിടെ 3 ആളുകളാണ് നമ്മുടെ പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. 3 പേരും ദാറുൽ ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള കാസർഗോഡ് മാലിക് ദീനാർ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്ന് വരുന്നവരാണ്. മുഹമ്മദ് ഫർസഖ്, മുഹമ്മദ് ഉനൈസ് CK, മുഹമ്മദ് സാബിത്ത്. 3 പേർക്കും നന്ദി, അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.